ഇതിലിപ്പോൾ 4 പേപ്പറുണ്ട്. ഇപ്പോൾ തുടങ്ങാം. എന്തൊക്കെ കിട്ടിയേ? എനിക്ക് ഡയറക്റ്റ് കിട്ടിയേ. എനിക്ക് ക്യാമറ. എനിക്ക് കിട്ടണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനി പപ്പയ്ക്ക് ഏതാ കിട്ടിയത്? എനിക്ക് അനുഗ്രഹ സംഭവിക്കുകയാണ്. ആക്ടർ ഞാൻ അനുഗ്രഹിന്റെ മെയിൻ ആക്ടർ. സ്ക്രിപ്റ്റ് ഏത് വേണം? ത്രില്ലർ വേണോ, ആക്ഷൻ വേണോ, കോമഡി വേണോ, ഹൊറർ വേണോ? ത്രില്ലർ വേണം. ത്രില്ലർ നോക്കാം. പിന്നെന്താ, പക്ഷെ ഹൊറർ വേണോ? ഈ ഹൊറർ ഒക്കെ പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. അതെന്താ? അത് എനിക്ക് ഭയങ്കര ഈ പ്രേമം പോലെ കാണുമ്പോ പേടിയായി, പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഞാൻ സ്ക്രിപ്റ്റ് പറയാം. ഈ വീട്ടിൽ കറണ്ട് പോകും. കറണ്ട് പോകുമ്പോൾ നമ്മൾ പേടിക്കും. അങ്ങനെ നമ്മൾ സ്വിച്ചൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ നടക്കും. നടക്കുന്നിടയിൽ ഉള്ള സംഭവങ്ങളാണ് ഈ കഥ. യെസ് പറഞ്ഞു. നമ്മള് ഇവിടെ ഗ്രൂപ്പായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, പക്ഷെ ഭയങ്കര പേടിയാക്കണ്ട. പ്രേതം എന്ന് പറയുമ്പോ ഈ വെള്ളസാരി എടുത്ത പ്രേതാണോ അതോ ഇപ്പൊ ഉള്ള കാലഘട്ടത്തുള്ള പ്രേതാണ്? പ്രേതം എന്ന് പറയുമ്പോ ഇവിടെ പ്രേതം ഇല്ല, ഒരു അഭിനേതാവ് മാത്രമേ ഉള്ളൂ. പ്രേതമുള്ള പോലെ അഭിനയിക്കണപ്പോ. അപ്പൊ ഞാൻ പ്രേതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിരി കണ്ടിട്ട് പ്രേതത്തിന്റെ ഒരു ലുക്ക് ഉണ്ട്. വേണേ ഒന്ന് ആക്കി നോക്കാല്ലേ? ആക്ടർ ശരിക്കും ആക്ടറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പപ്പനെ നോക്കുമ്പോ ചിരിയൊക്കെ അനുസരിച്ച് നല്ലൊരു ഇതൊക്കെ ആയിരിക്കും. എന്നെ കണ്ട പ്രേതം പോലെ തോന്നുന്നു. മേക്കപ്പ് ഒന്നും ചെയ്യണ്ടല്ലേ? വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അങ്ങനെ ആവശ്യം വരുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ ഒരു ടച്ചപ്പ് പോലെ മീശ വേണമെങ്കിൽ കളഞ്ഞു. നമുക്ക് വേണം ഡ്രാക്കുളയൊക്കെയല്ലേ. അപ്പൊ നല്ല ഒരു തൊപ്പിയൊക്കെ വെച്ച് ഊശാന്തരൊക്കെ വെച്ച് കൊന്ത്രമ്പലൊക്കെ വെച്ച് സൂപ്പർ. ഫസ്റ്റ് സീൻ ലൈറ്റ് ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരാളെ പോയിട്ട് ലൈറ്റ് സ്വിച്ച് നീങ്ങിക്കൊണ്ടിരിക്കാം. ആരെ നിക്കാം? അമ്മ ക്യാമറ അല്ലേ? അമ്മ ക്യാമറ ഓക്കെ, ഡയറക്ടർ എങ്ങനെയാണ് എടുക്കുന്നത് രീതിയാണ് കേട്ടോ. എനിക്ക് ഇത്രയും ഹിന്റ് തരാൻ പറ്റുള്ളൂ. ഞാൻ പോയി നിക്കാം. പിന്നെ ഈ ഫാൻ, ആ ഫാൻ, മുകളിലത്തെ ഫാൻ, എല്ലാ റൂമിലത്തെ ഫാൻ ഓണാക്കി വെച്ചോളാം. നമ്മൾ ഇവിടെ മാത്രമല്ല ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ അവിടെ തന്നെ ഓണാക്കുന്നേ. എല്ലായിടത്തും ഓണാക്കണം. ഇപ്പൊ എല്ലാ ഫാനും ഇപ്പൊ തന്നെ ഓണാക്കി വെക്കണം, വെച്ചോളണം. അപ്പൊ എനിക്ക് 2 കൈയുള്ളൂ, ഞാൻ എങ്ങനെയാ? 2 കൈയായി 4 കൈയായി 2 കൈയില്ലേ, പോയി ഓണാക്ക്. ഇപ്പൊ മോളില് അതിനിപ്പോ ഈ ലൈറ്റ് ഇല്ലേ, ലൈറ്റ് ഇതുപോലെ ഇങ്ങനെ കാണിച്ചോളൂ. ഇതുപോലെ അമ്മ, ഇതെന്താ ഇവിടെ ഇങ്ങനെ കളിക്കാനാണോ അമ്മയുടെ ജോലി ഇപ്പോ? ഈ സാധനം ഇങ്ങനെ കഴുത്തിക്കോടെ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിച്ചാ മതിയാ. എന്നിട്ട് ഇവിടെ ആയിരിക്കും പപ്പ നിക്കണം. അപ്പൊ ഇങ്ങനെ എടുത്തോളാം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇതുപോലെ എടുത്ത് അവിടെ നിന്നോളാം സമയത്ത്. ഓക്കെ, കഥാപാത്രം എവിടെ? പപ്പയല്ലേ? പപ്പ എവിടെയാ? റെഡിയായോ?
കണ്ണ് കാണാല്ലേ? ഇതാണ് സിനിമ. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് എടുക്കാൻ പറ്റില്ലേ? കുഴപ്പമില്ലാത്ത പരിപാടിയാ. അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ബെസ്റ്റ് ആക്ടറായി. ബെസ്റ്റ് ആക്ടർ, ഇവിടെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് ഞാൻ ബെസ്റ്റ് ആക്ടർ. ഞാൻ മാത്രം ആക്ടറുള്ള മണ്ടാവണാക്കി ഡയറക്ഷൻ അടിപൊളി, സ്ക്രിപ്റ്റ് അടിപൊളി. ഡ്രാക്കുള കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രേതാണോ? ഞാൻ പ്രേതാണോ? ഞാൻ പ്രേതാണോ? ശരിക്കും പ്രേതാണോ? ആവണോ? അതെ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാ പപ്പ ആ ചിരിയൊക്കെ കണ്ട് ശരിയൊക്കെയാണ്. പക്ഷെ നല്ല നല്ല ആക്ടറാ. പ്രേതാക്കാതെ നമ്മുടെ സീൻ എന്താണെന്നറിയാം? ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ആദ്യം പ്രേതമാണല്ലോ, പ്രേതമായതുകൊണ്ട് തന്നെ പ്രേതം വരുന്ന ഒരു സൈനുകളും എല്ലാം ഉണ്ടാവും. അപ്പൊ പ്രേതം എന്ന് പറയുമ്പോൾ ഞാൻ പ്രേതമാവണോ അതോ പ്രേതം വന്നിട്ട് ഞാൻ പേടിക്കണമല്ലോ അഭിനയിക്കുന്നു? അതെ, ഞാൻ സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാതിരിയൊക്കെ കേട്ടോളണം. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ഡയറക്ടർ പറഞ്ഞ എങ്ങനെ പറയണ്ടോ അതെനിക്ക് മേലെ ആയിരിക്കും എന്റെ അഭിനയം. നോക്കാം, അഭിനയിക്കുമ്പോ കഴിഞ്ഞു സിനിമ ഹിറ്റ്. ഓ